ആഷിഖ്, ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് ഇന്നലെ നമ്മൾ കണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറേയധികം നാളുകളായി രാഹുൽ ഗാന്ധി നടത്തുന്ന പല പരാമർശങ്ങളും അപക്വമാണ് എന്ന രീതിയിൽ നമുക്ക് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിലും പല അപക്വമായ പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഈ രാജ്യത്ത് ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ് സ്റ്റേറ്റ് പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷനെ ഉൾപ്പെടെ ആരോപണ മുന്നിൽ നിർത്തിക്കൊണ്ട് മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ഉൾപ്പെടെ നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJPക്ക് ഇത്ര മൈലേജ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് NDA സർക്കാർ അധികാരത്തിലെത്തിയത് എന്നതിന് കൃത്യമായ തെളിവുകളുമായാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം നടത്തുന്ന ആരോപണം അദ്ദേഹം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായി കേസ് സ്റ്റഡി നടത്തിയതിനു ശേഷം ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഓരോരോ വിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഉൾപ്പെടെ അറിവോടുകൂടി വലിയ തോതിലുള്ള അട്ടിമറി നടന്നിരിക്കുന്നു. അതായത് മുഖമില്ലാത്ത വോട്ടർമാർ, അനാവശ്യമായി നടത്തിയ ഇരട്ട വോട്ടുകൾ, 1,250,000 വരുന്ന വ്യാജ വോട്ടർമാർ, ഇതൊക്കെ അദ്ദേഹം ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ മഹാദേവ്പുര എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പ്രദേശത്തു നിന്നുള്ള വിവരങ്ങളാണ് അദ്ദേഹം കൈമാറുന്നത്. അപ്പോൾ നോക്കൂ ആഷിഖ്, അതായത് ഇത്രയും അധികം വിവരങ്ങൾ അദ്ദേഹം 1-2 ദിവസം കൊണ്ട് വെറുതെ പടച്ചുവിട്ടതല്ല. കൃത്യമായി ഇലക്ഷൻ കമ്മീഷനിൽ വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് ചോദിച്ച് അതിൽ പട്ടികയുടെ ലിസ്റ്റ് കിട്ടിയത് ഏകദേശം 7 അടിയോളം പൊക്കത്തിലുള്ള പ്രിന്റഡ് ഫോമിലാണ്. അതായത് ഹാർഡ് കോപ്പിയാണ് ലഭിച്ചത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഒന്നും കണ്ടെത്താൻ പറ്റാത്ത ഏകദേശം 300 കിലോയോളം വരുന്ന പേപ്പർ കെട്ടുകൾ ഓരോന്നായി കുത്തിയിരുന്ന് പഠിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ വലിയൊരു പട തന്നെ ഒരുക്കി കണ്ടെത്തിയ കുറച്ച് വിവരങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് നീങ്ങാം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഭാഷ്യം. BJP ക്യാമ്പുകളൊക്കെ തന്നെ എന്തായാലും അസ്വസ്ഥരാണ്. എന്താണ് ആഷിഖ്, ഇന്ത്യയിൽ ഇതൊരു ഗുരുതര ആരോപണം, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലൂടെ, അത് ജനാധിപത്യ ഇന്ത്യ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് നടത്തുന്നത്. ജനാധിപത്യത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ തോറ്റടത്താണ് ഇന്നലെ രാഹുൽ ഗാന്ധി ചരിത്രം കുറിച്ചുകൊണ്ട് വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ഒരു വലിയ ആരോപണം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ വെറും ഇവന്റ് കവറേജ് മാത്രമായി മാറുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം എന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഓരോ രേഖകളും എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഇവിടെ എന്താണ് നടന്നത്, ഇലക്ഷനിൽ എന്താണ് നടന്നത്, കോൺഗ്രസിനേറ്റ വലിയ തിരിച്ചടി എങ്ങനെയാണ് സംഭവിച്ചത് എന്നെല്ലാം കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത്. 2024 ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് മുതൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യമാണ് കൃത്രിമം നടന്നിട്ടുണ്ട്. ഇത് ഇലക്ട്രോണിക് മിഷൻ, വോട്ടിംഗ് മെഷീനിൽ വരെ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നായിരുന്നു ആദ്യത്തെ ആരോപണം. പക്ഷേ അതൊരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനത്തിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരും വിമർശിക്കുകയുണ്ടായി. ഇവർ തോറ്റത് മറയ്ക്കാൻ, അല്ലെങ്കിൽ ഇവർക്ക് ജയിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന രീതിയിലാണ് അതിനെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നത് കൃത്യമായി വ്യക്തമായി അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അവരെ തോറ്റവർ കടന്ന് നിലവിളിക്കുന്നതായി കണ്ട് അവരെ അവഗണിച്ചു. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസ് സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപാകെ ഹാജരായി ഇതിന്റെ ഇലക്ട്രോണിക് രേഖകൾ നമുക്ക് വേണം എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ബഹുമാനം പോലും കൊടുക്കാതെ അവർ പറയുന്നത് ഇലക്ട്രോണിക് രേഖകളൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ബണ്ടിലായിട്ട് 7 അടിയോളം പൊക്കം വരുന്ന ഹാർഡ് കോപ്പി കൊണ്ടുകൊടുക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് മുമ്പൊരു സംഭവം ഉണ്ടായി. കോടതിയിൽ 10,000 രൂപ ഫൈൻ പ്രഖ്യാപിച്ചപ്പോൾ ചില്ലറ തുട്ടുകൾ കൊണ്ടുവന്ന് കൊടുത്ത് ഇത് നിങ്ങൾ എണ്ണിക്കോ എന്ന് പറഞ്ഞ് ഒരു പണി തിരിച്ചു വന്നാൽ തിരിച്ചൊരു പണി കൊടുക്കുന്ന രീതിയിൽ, എന്നാൽ ഞാൻ ചെയ്യുന്നതിൽ തെറ്റില്ല, എനിക്ക് എങ്ങനെ വേണേ പൈസ കൊടുക്കാം, ഞാൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു പണിയായി, എനിക്കിട്ട് പണിതാ തിരിച്ചൊരു പണി എന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മുമ്പാകെ ചെയ്ത ഒരു പ്രവർത്തനം. പക്ഷെ രാഹുൽ ഗാന്ധി വിട്ടില്ല. രാഹുൽ ഗാന്ധി ആ ബണ്ടിലെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഒരു സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് കൃത്യമായി ഈ രേഖകൾ പഠിക്കുകയാണ്. അതിൽ ഒരു മണ്ഡലം പഠിച്ചപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ ഒരു കണക്കുകളാണ് നമുക്ക് മുന്നിൽ വന്നത്. ചിലരുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ABCDEFG, അതുപോലെ തന്നെ ഒരു റൂമിൽ, ഒരു ഒറ്റ മുറിയിൽ 80 പേരോളം ആളുകൾ താമസിക്കുക, അതുപോലെ 70 വയസ്സ് തികഞ്ഞ കന്നി വോട്ടർമാർ, ഇതൊക്കെയാണ് ഫോട്ടോ ഇല്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ ഒരു സ്ത്രീ വോട്ട് ചെയ്തിട്ടുള്ളത് പല സംസ്ഥാനങ്ങളിൽ. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? 4,132
മുഖമില്ലാത്ത ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇതിൽ ഈ രേഖകളിൽ പറയുന്ന ഒരു കാര്യങ്ങളും നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയാ ആഷിഖ്, ഇതൊരു ചെറിയ പ്രദേശത്തെ മാത്രം കേസ് സ്റ്റഡിയാണ്. ഇത് എത്രയോ വലിയൊരു ലാർജ് സ്കെയിലേക്ക് പോകുമ്പോൾ വലിയൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇനി ചെയ്യേണ്ടത് ഇത് ആരോപണങ്ങളാണ്, ഗുരുതര ആരോപണങ്ങളാണ്. അതിന് ഇനി കോടതിയിൽ ചെന്നതിന് ശേഷം കൃത്യമായി ഇത് പ്രൂവ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെങ്കിൽ അതൊരു ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഭരണകൂട അട്ടിമറി ഇവിടെ നടക്കാൻ പോവുകയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അല്ലേ? അതെ, തീർച്ചയായും. ഈ ഇന്ത്യയുടെ ഈ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള വലിയ ആരോപണമാണ്. ഇതിനെ കോൺഗ്രസ് പറയുന്നത് ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ് എന്നാണ്. അത് ആ വാക്കിൽ തന്നെയുണ്ട്. കാരണം ഐസ്മലയുടെ അറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിനടിയിലേക്ക് വലിയൊരു മല തന്നെയുണ്ട്. അത്രയും ഒരു മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ പിന്നെ പറയാനുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ നമുക്ക് എടുത്തൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ ഇരിക്കുന്നവർ BJP അനുഭാവികളാണ്. അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ അടുത്ത ആളുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു തരത്തിലേക്ക് ഈ BJP ഗവൺമെന്റ് അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നവരെ എല്ലാ പൊസിഷനിലേക്കും കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു അട്ടിമറി. ഇപ്പോൾ നമ്മൾ 2024 ഇലക്ഷനിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഒരു ഘട്ടത്തിൽ മോദി ഒന്ന് പുറകിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം 2 വർഷം ഭരിച്ച ഒരു ഭരണാധികാരി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇലക്ഷനിൽ ഒരു മണ്ഡലത്തിൽ പുറകിൽ പോകുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. പിന്നീടാണ് അദ്ദേഹം കയറി വന്നത്. ഇതുപോലെ തന്നെ ഓരോ പ്രദേശം എടുത്ത് പരിശോധിക്കുമ്പോഴും കോൺഗ്രസിന് വ്യക്തമായി ലീഡ് കിട്ടേണ്ട സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് പുറകിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതുപോലെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത്. കാരണം അവർക്ക് വേറെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ട തെളിവുകളൊന്നും കയ്യിലില്ല. ഇപ്പോൾ BJP ഇതിനെ എതിർക്കുന്നത് എന്താണെന്ന് അറിയോ? 1 വർഷത്തോളമായില്ലേ ഇലക്ഷൻ കഴിഞ്ഞിട്ട്, ഇപ്പോഴാണോ ഇത് കൊണ്ടുവരുന്നത്? ഇത്രയും ബണ്ടിൽ 7 അടിയോളം പൊക്കമുള്ള ഒരു ബണ്ടിൽ ഓഫ് ലിസ്റ്റ് ഹാർഡ് കോപ്പി കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ, സ്കാൻ ചെയ്യാൻ പോലും പറ്റാത്ത ബണ്ടിൽ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പഠിക്കാൻ സമയം വേണ്ടേ? ഇത് വ്യക്തമായി പഠിക്കാൻ ഇലക്ഷൻ കമ്മീഷന് വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് പഠിക്കാം. രാഹുൽ കൃത്യമായ ഇലക്ട്രോണിക് ഡേറ്റ ഉണ്ടെങ്കിൽ അത് ടൂളുകൾ വെച്ച് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ പരാജയമാണ്. കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണം പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇതിന്റെ ആകത്തുകയിൽ ഇത് ഇനി എവിടെയാണ് ഇത് വാലിഡേറ്റ് ചെയ്യപ്പെടേണ്ടത്? രാഹുൽ ഗാന്ധി ഈ ഡേറ്റയുമായി കോടതിയിലെത്തി നിയമപോരാട്ടത്തിൽ ഏർപ്പെട്ട ഇത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ അദ്ദേഹം കൃത്യമായ തെളിവുകളാണ് നിരത്തുന്നതെങ്കിൽ ആ തെളിവുകൾ സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ ഇന്ത്യയിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മോദിക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ മോദിയും മോദിയുടെ കൂട്ടരും ഉണ്ടാക്കി വെച്ചൊരു ഡീപ് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം, ഇന്നലെ സംഘികളുടെ 2-3 പേരുടെ പോസ്റ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 2025 ജനുവരിയിൽ ട്രംപ് അധികാരത്തിലെത്തുന്ന സമയത്ത് ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാഷ്ട്രമാണ്, സൗഹൃദ രാഷ്ട്രമാണ്. മോദി എന്ന് പറയുന്നത് അടുത്ത ഫ്രണ്ടാണ്, ബ്രോമാൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഈ രാഹുൽ ഗാന്ധി ഇലക്ഷൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ട് പ്രസ് മീറ്റ് നടത്തിയപ്പോൾ അതേ സംഖ്യ എഴുതിയൊരു പോസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ മോദി ഭരണം അട്ടിമറിക്കണം എന്നുള്ളത് ട്രംപിന്റെ ആവശ്യമാണ്, അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയെ കരുവാക്കുകയാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇവരിത് വളച്ചൊടിക്കുന്നതെന്നും. അതായത് രാഹുൽ ഗാന്ധിക്ക് സോണിയാഗാന്ധി ഇവിടുത്തെ കാര്യമല്ല, ഇറ്റലിക്കാരിയാണ്. അപ്പോൾ സോണിയാഗാന്ധിയെ പോലെ ഒരാളുടെ മകനായ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ജനിച്ച മോദിയുടെ അത്രയും രാജ്യസ്നേഹമില്ല. അതുകൊണ്ടാണ് ഈ അട്ടിമറികൾ നടത്തുന്ന ബാലിശമായ സംഘപരിവാർ ജാർഗണുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരുമ്പോൾ ഈ കണക്കുകൾ ശരിയാണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടതിന് പകരം രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ആര്, അമ്മയാര്, അമ്മയുടെ വേരുകൾ എവിടെ നിന്നാണ് എന്ന് പറയുന്ന ചർച്ചകളിലേക്ക് പോവുകയാണ്. ഇവർ എത്ര നാളിനി ഇത്തരത്തിലുള്ള പ്രൊപ്പഗൻഡ അടിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും? ഇതിൽ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നമ്മൾ എപ്പോഴും നിഷ്പക്ഷ സ്റ്റാൻഡിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മോദി നല്ലത് ചെയ്താൽ മോദി നല്ലത് ചെയ്തെന്നും, രാഹുൽ നല്ല ചെയ്താൽ രാഹുൽ നല്ല ചെയ്തെന്നും, ഇരുകൂട്ടരും ഇനി ചെയ്യുന്നത് മോശമാണെങ്കിൽ അത് മോശമാണെന്നും പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. ആ ആർജവം ഇന്ത്യയിലെ മാധ്യമങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ആ ഒരു മാധ്യമ സ്ഥാപനം, അത് നമുക്കറിയാം, പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം പരാജയപ്പെടുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പുറമായി അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുക എന്നതാണ് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ നിലപാട് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത്. അതിൽ പാർട്ടിയല്ല നോക്കേണ്ടത്. ഇത് നോക്കൂ, ഇതിപ്പോ രാഹുൽ ഗാന്ധി നേരെ തിരിച്ച്
BJP അവരാണ് അധികാരത്തിൽ കയറുന്നത്, BJP അട്ടിമറിച്ച് ഇവരാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിപ്പേരവകാശം ഏറ്റെടുത്ത ശേഷം ഞങ്ങളാണ് ഇത് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഈ രീതിയിലാണെന്ന് BJP പറഞ്ഞാൽ നമ്മൾ BJPക്കൊപ്പം നിൽക്കും. അതായത് ആകത്തുകയിൽ പറഞ്ഞു വരുന്നതിൽ പാർട്ടി ഏത് എന്നുള്ളതിനേക്കാൾ ഒക്കെ ഉപരിയായി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതി അട്ടിമറിക്കാൻ നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. അനുവദിക്കാൻ സാധിക്കില്ല എന്നതായിരിക്കണം ഒരു ജനാധിപത്യ ഇന്ത്യയിലെ ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്റെ നിലപാട്.